ഐഫോണിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് സോഫ്റ്റ്വെയർ ആയ iOS 17.4 റിലീസായിരിക്കുകയാണ്. ഈ ഒരു അപ്ഡേറ്റ് ഐഫോൺ XR വന്നിരിക്കുന്നത് 5.86 GB ആണ്. ഈ ഒരു അപ്ഡേറ്റ് സൈസ് ഡിവൈസിനെയും അതേപോലെ തന്നെ വേർഷനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. iOS വേർഷൻ നോക്കുകയാണെങ്കിൽ 21E217 മോഡം ഫേംവെയർ 6.00.00. ഈ ഒരു അപ്ഡേറ്റിൻ്റെ കൂടെ തന്നെ iOS 16.7.6, iPadOS 16.7.6, iOS 15.8.2, iPadOS 15.8.2, iPadOS 17.4 ഇത്രയും അപ്ഡേറ്റും ആപ്പിൾ റിലീസ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ 17.4ൽ വന്നിരിക്കുന്ന പുതിയ ഫീച്ചേഴ്സിനെ പറ്റിയും ചേഞ്ചസിനെ പറ്റിയും നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതേപോലത്തെ കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ ഇമോജീസ് എല്ലാം 17.4ൽ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ 18 പുതിയ ബോഡി ഇമോജീസും ആപ്പിൾ റിലീസ് ചെയ്തിട്ടുണ്ട്. നേരത്തെ ഇമോജീസ് റൈറ്റിലേക്ക് മാത്രമേ ഉള്ളായിരുന്നു, എന്നാൽ ഇപ്പോൾ അത് ലെഫ്റ്റിലേക്കും കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ 18 പുതിയ ബോഡി ഇമോജീസും ഈ ഒരു അപ്ഡേറ്റിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പുതിയൊരു ക്ലോക്ക് വിഡ്ജറ്റ് ഈ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഈ ഒരു വിഡ്ജറ്റാണ് പുതിയതായിട്ട് കൊണ്ടുവന്നത്. നമുക്ക് ആഡ് ചെയ്യാം. നമുക്ക് ഈ ഒരു വിഡ്ജറ്റിനെ എഡിറ്റ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് നിങ്ങൾ ഹോൾഡ് ചെയ്യുക. ഇവിടെ എഡിറ്റ് വിഡ്ജറ്റ് എന്ന് കാണാൻ പറ്റും. അവിടെ ടാപ്പ് ചെയ്യുക. നമുക്ക് ഇഷ്ടമുള്ള സിറ്റീസിൻ്റെ ടൈമിനെ ആ ഒരു വിഡ്ജറ്റിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇവിടെ ഇപ്പോൾ USA ടൈമാണ് സെറ്റ് ആയിരിക്കുന്നത്. അങ്ങനെ പുതിയൊരു വിഡ്ജറ്റും ഈ ഒരു അപ്ഡേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അടുത്ത അപ്ഡേറ്റ് വന്നിരിക്കുന്നത് പോഡ്കാസ്റ്റ് ആപ്പിനകത്താണ്. പോഡ്കാസ്റ്റിന് ഇനി മുതൽ ടെക്സ്റ്റ് ആയിട്ട് ട്രാൻസ്ക്രിപ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ടെക്സ്റ്റ് ആയിട്ട് മാറിയ പോഡ്കാസ്റ്റിന് നമുക്ക് ഓരോ കീവേഡ് ആയിട്ട് സെർച്ച് ചെയ്യാൻ ഓപ്ഷനും ഈ ഒരു അപ്ഡേറ്റിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ നിങ്ങൾ പോഡ്കാസ്റ്റ് യൂസർ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു അപ്ഡേറ്റ് തന്നെയാണിത്. അടുത്ത അപ്ഡേറ്റ് വന്നിരിക്കുന്നത് ഷസാമിനാണ്. നമുക്ക് ഷസാം ഉപയോഗിച്ച് പല പാട്ടുകളെയും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. നമ്മൾ ഷസാം ഉപയോഗിച്ച് ഐഡൻറ്റിഫൈ ചെയ്യുന്ന പാട്ടിനെ ഇനി മുതൽ നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ ആപ്പിൾ മ്യൂസിക് പ്ലേലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. സിറി ഉപയോഗിച്ച് ഇംഗ്ലീഷ് അല്ലാതെ മറ്റ് ലാംഗ്വേജ് വരുന്ന മെസ്സേജിനെയും ഇനി മുതൽ നമുക്ക് റീഡ് ചെയ്യാൻ പറ്റും. ഇതെങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. അതിനുവേണ്ടി നിങ്ങൾ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. ഇവിടെ സിറി ആൻഡ് സെർച്ച് വരിക. മെസ്സേജിംഗ് വിത്ത് സിറി എന്ന് കാണാൻ പറ്റും. അവിടെ ടാപ്പ് ചെയ്യുക. കിടക്കുന്ന ഓപ്ഷൻ ഓട്ടോമാറ്റിക്കലി സെൻഡ് മെസ്സേജ്. ഈ ഓപ്ഷൻ നിങ്ങൾ എനേബിൾ ചെയ്താൽ ഹേ സിറി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് മെസ്സേജുകൾ സെൻഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ സെൻഡ് ചെയ്യുന്ന ടൈമിൽ ഈ ഓപ്ഷൻ നിങ്ങൾ എനേബിൾ ചെയ്താൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ സെൻഡ് ആകും. അല്ലെങ്കിൽ നമ്മളോട് ഒരു കൺഫർമേഷൻ ചോദിക്കും. പുതിയതായിട്ട് വന്ന ഓപ്ഷൻ താഴെയാണ് റീഡ് മെസ്സേജസ് എന്ന് കാണാൻ പറ്റും. ഇവിടെ ആഡ് ലാംഗ്വേജ് ടാപ്പ് ചെയ്യുക. ഈ ലിസ്റ്റിൽ കൊടുത്തിരിക്കുന്ന ലാംഗ്വേജസിൽ വരുന്ന മെസ്സേജുകളെ ഇനി മുതൽ സിറി റീഡ് ചെയ്യും. ഡിവൈസ് പ്രൊട്ടക്ഷനിലും പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. ഫേസ് ID ആൻഡ് പാസ്കോഡ് എന്ന സെക്ഷനിൽ വരിക. സ്റ്റോളൻ ഡിവൈസ് പ്രൊട്ടക്ഷൻ എന്ന ഓപ്ഷൻ കാണാൻ പറ്റും. അവിടെ ടാപ്പ് ചെയ്യുക. നേരത്തെ ഫെമിലിയർ അല്ലാത്ത ലൊക്കേഷനിൽ നിന്ന് മാറിയാൽ മാത്രമേ ഡിലേ വരത്തുള്ളായിരുന്നു. ഇനി നമുക്ക് ആൾവേസ് എന്ന് സെറ്റ് ചെയ്യാൻ പറ്റും. ഫെമിലിയർ ആയിട്ടുള്ള ലൊക്കേഷന് വന്നാലും ഇനി ആ ഒരു ഡിലേ വരും. ഈ ഒരു ഓപ്ഷൻ തിരിച്ച് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഫേസ് ID മസ്റ്റാണ്. ഫേസ് ID ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ഓപ്ഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റൂ. അടുത്ത അപ്ഡേറ്റ് വന്നിരിക്കുന്നത് ബാറ്ററി സെക്ഷനിലാണ്. ഈ ഒരു അപ്ഡേറ്റ് മെയിൻലി വന്നിരിക്കുന്നത് 15 സീരീസിലെ ഡിവൈസുകൾക്കാണ്. ബാറ്ററി എന്ന സെക്ഷനിലേക്ക് വരിക. ഈ ഒരു ഇൻ്റർഫേസ് തന്നെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന പുതിയ ഇൻ്റർഫേസ് ആണ് അവിടെ വന്നിരിക്കുന്നത്. അവിടെ നിങ്ങൾക്ക് പുതിയ 2 സെക്ഷൻസ് കാണാൻ പറ്റും. ബാറ്ററി ഹെൽത്തും ചാർജിങ് ഒപ്റ്റിമൈസേഷനും 2 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അവിടെ ബാറ്ററി ഹെൽത്ത് നോർമലാണ്. നമുക്കവിടെ 3 സ്റ്റാറ്റസ് കാണിക്കും. ഇപ്പോൾ അവിടെ കിടക്കുന്നത് നോർമലാണ്. ആ ഒരു ബാറ്ററി ഹെൽത്ത് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് അവിടെ പ്രൊവൈഡ് ചെയ്യും. ബാറ്ററി ഹെൽത്ത്, മിനിമം കപ്പാസിറ്റി, സൈക്കിൾ കൗണ്ട്, മാനുഫാക്ചർ ഡേറ്റ്, ഫസ്റ്റ് യൂസ് എന്നീ ഡീറ്റെയിൽസ് എല്ലാം താഴെ കാണിക്കും. ഇത് 15 സീരീസിലെ ഡിവൈസുകളിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ബാറ്ററിയെ പറ്റി കൂടുതൽ ഇൻഫർമേഷൻസ് ഈ ഒരു അപ്ഡേറ്റ് കഴിയുമ്പോൾ അവൈലബിൾ ആയിരിക്കും. അല്ലാത്ത ഡിവൈസുകളിൽ നേരത്തെ ഉള്ള അതേ ഇൻഫർമേഷൻ തന്നെയാണ് ബാറ്ററി ആൻഡ് ചാർജിങ് സെക്ഷനിൽ വരുന്നത്. ഇനി മുതൽ വെബ് ബ്രൗസറിനും പാസ് കീ ആക്സസ് ചെയ്യാൻ പറ്റും. സെറ്റിംഗ്സിൽ വരിക. പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി ടാപ്പ് ചെയ്യുക. താഴേക്ക് പോകാൻ നേരം പാസ് കീ ആക്സസ് ഫോർ വെബ് ബ്രൗസർ എന്ന ഓപ്ഷൻ കാണാൻ പറ്റും. ഇനി മുതൽ നമ്മുടെ വെബ് ബ്രൗസറിനും പാസ് കീയെ ആക്സസ് ചെയ്യാൻ പറ്റും. ഡയലർ പാഡിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ചേഞ്ചസ് വന്നിട്ടുണ്ട്. നേരത്തെ അപ്ഡേറ്റിൽ നമ്മൾ പിക്ചർ ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഗ്രേ കളറായിരുന്നു വന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഇനി മുതൽ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന വാൾപേപ്പറിൻ്റെ അനുസരിച്ചായിരിക്കും ബാക്ക്ഗ്രൗണ്ട് കളർ വരുന്നത്. iMessageൻ്റെ സെക്യൂരിറ്റിയെ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. കമ്പ്യൂട്ടർ പ്രൊട്ടക്ഷൻ എന്ന പുതിയൊരു ഓപ്ഷൻ iMessage വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ iMessageനെ കുറച്ചുകൂടി സെക്യൂർ ആക്കിയിട്ടുണ്ട്. ഇനി മുതൽ ആപ്പ് സ്റ്റോറിൽ നമുക്ക് സ്ട്രീമിംഗ് ആപ്പുകളുടെ സപ്പോർട്ട് കാണും. ഇത്രയും നാളും സ്ട്രീമിംഗ് ആപ്പുകൾ ആപ്പ് സ്റ്റോറിൽ അവൈലബിൾ അല്ലായിരുന്നു. എന്നാൽ ഇനി മുതൽ സ്ട്രീമിംഗ് ആപ്പുകൾ ആപ്പ് സ്റ്റോറിൽ അവൈലബിൾ ആയിരിക്കും. മൈക്രോസോഫ്റ്റിനൊക്കെ സ്ട്രീമിംഗ് ആപ്പുകളുണ്ട്. ഫയൽസ് ആപ്പിൽ ഐക്ലൗഡിൻ്റെ ഐക്കണിൽ ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ട്. പുതിയതായി ഈ ഒരു ഐക്കണാണ് വന്നിരിക്കുന്നത്. ഒരു UI ചേഞ്ച് അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അടുത്ത അപ്ഡേറ്റ് വന്നിരിക്കുന്നത് ആപ്പ് സ്റ്റോറിൻ്റെ യൂസർ സെറ്റിങ്സിലാണ്. ആപ്പ് സ്റ്റോർ ഓപ്പൺ ചെയ്യാം.
പ്രൊഫൈലിൽ ടാപ്പ് ചെയ്യാം. ഇവിടെ തന്നെ നിങ്ങൾക്ക് ചേഞ്ചസ് കാണാൻ പറ്റും. ഇവിടെ പുതിയതായിട്ട് 3 സെക്ഷൻസ് വന്നിട്ടുണ്ട്. ആപ്സ്, പർച്ചേസ് ഹിസ്റ്ററി, നോട്ടിഫിക്കേഷൻ. ആപ്സിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള എല്ലാ ആപ്സുകളുടെയും ലിസ്റ്റ് വരും. പർച്ചേസ് ഹിസ്റ്ററി ആണെങ്കിൽ ഇതുവരെ ആപ്പ് സ്റ്റോർ ഉപയോഗിച്ച് ഏതൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ടോ അതിൻ്റെ ലിസ്റ്റുകളെല്ലാം ഇവിടെ ഷോ ചെയ്യും. ആപ്പ് സ്റ്റോറിൽ നിന്നുള്ള നോട്ടിഫിക്കേഷൻസ് നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റും. ഇങ്ങനൊരു ചേഞ്ച് ആപ്പ് സ്റ്റോറിൻ്റെ യൂസർ സെറ്റിംഗ്സിൽ വന്നിട്ടുണ്ട്. പിന്നീട് വലിയൊരു ചേഞ്ച് വന്നിരിക്കുന്നത് ആപ്പ് സ്റ്റോറിൽ തന്നെയാണ്. ഇനി മുതൽ ഐഫോണിലും സൈഡ് ലോഡിംഗ് അവൈലബിൾ ആയിരിക്കും. അതായത് തേർഡ് പാർട്ടി സ്റ്റോറിൽ നിന്ന് നമുക്ക് ആപ്സുകൾ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. എന്നാൽ നമുക്ക് ഈ ഒരു ഫീച്ചർ ഇന്ത്യയിൽ അവൈലബിൾ അല്ല. അതുകൊണ്ട് ഞാൻ ഇതിനെപ്പറ്റി കൂടുതൽ ഇൻഫർമേഷനിലേക്ക് പോകുന്നില്ല. ഇപ്പോൾ നമുക്ക് ആപ്പ് സ്റ്റോറിൽ നിന്ന് മാത്രമേ ആപ്സുകൾ ഡൗൺലോഡ് ചെയ്യാൻ പറ്റൂ. എന്നാൽ ഈ ഒരു അപ്ഡേറ്റിന് ശേഷം ഏതൊരു സ്റ്റോറിൽ നിന്നും അല്ലെങ്കിൽ ഏതൊരു തേർഡ് പാർട്ടി സ്റ്റോറിൽ നിന്നും നമുക്ക് ആപ്സുകൾ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാം. എന്നാൽ ഈ ഒരു അപ്ഡേറ്റ് നമുക്ക് അവൈലബിൾ അല്ല. ഇത്രയും ഫീച്ചേഴ്സാണ് iOS 17.4ൽ വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു അപ്ഡേറ്റ് കുറേ ബഗ്ഗുകളും ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഞാൻ എടുത്തു പറയുന്നില്ല, ഞാൻ സ്ക്രീനിൽ കാണിക്കാം. ഈ ബഗ്ഗുകളെല്ലാം ഈ ഒരു അപ്ഡേറ്റിലൂടെ ആപ്പിൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എൻ്റെ പെർഫോമൻസിലും ബാറ്ററി ലൈഫിലും എനിക്ക് ഇമ്പ്രൂവ്മെൻറ്റ് തോന്നിയിട്ടുണ്ട്. ഞാൻ നേരത്തെ യൂസ് ചെയ്യുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടി സ്മൂത്ത് ആയതുപോലെ എനിക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് തോന്നിയായിരുന്നു. ബാറ്ററി ലൈഫിലും എനിക്ക് ഇമ്പ്രൂവ്മെൻറ്റ് തോന്നിയിട്ടുണ്ട്. ഞാൻ കുറച്ചുകൂടി യൂസ് ചെയ്തിട്ട് ഫോളോ അപ്പ് വീഡിയോയിൽ കൂടുതൽ ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യാം. നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യണോ വേണ്ട എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം. കാരണം എനിക്കിതൊരു അപ്ഡേറ്റ് ചെയ്തിട്ട് യാതൊരു പ്രോബ്ലംസും ഫേസ് ചെയ്തിട്ടില്ല. അതേപോലെ തന്നെ ഈ അപ്ഡേറ്റ് ചെയ്യേണ്ടതെന്ന് പറയാൻ യാതൊരു റീസൺസും ഇതുവരെ ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് 17.4 എന്ന ഈ ഒരു അപ്ഡേറ്റിനെ പറ്റി പറയാനുള്ളത്. ഇത്ര മാത്രമായിരുന്നു ഇന്നത്തെ വീഡിയോ. വീഡിയോ ഡൗട്ട് ഉണ്ടെങ്കിൽ ചാനൽ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. എനിക്ക് മെസ്സേജ് അയക്കാം. ഞാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കണ്ടുമുട്ടാം.